തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പ്രവചനങ്ങളും തെറിവിളികളും നാടുമുഴുക്കെ അലയടിക്കുകയാണ്. കൊല്ലത്ത് എം.എ. ബേബിയും N.K. പ്രേമചന്ദ്രനും മത്സരിച്ചതിന്റെ പ്രശസ്തി വലുതായതുകൊണ്ട് അറിയാനുള്ള ആകാംക്ഷയും ഏറെയാണ്. പ്രചാരണ സമയത്ത് UDFുകാർ ചായയും വടയും കഴിച്ച് ത്യാഗം സഹിച്ചതുകൊണ്ട് പ്രേമചന്ദ്രൻ എന്തായാലും ജയിക്കും എന്നാണ് പ്രതാപവർമ്മ തമ്പാന്റെ വിലയിരുത്തൽ. ഞാൻ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഞാൻ ചെല്ലുമ്പോൾ ഞാനൊരു മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ വീട്ടിൻ്റെ തട്ടുംപുറത്ത് 10,000 വരുന്ന അഭ്യർത്ഥനയോട് കെട്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് അത് അവിടെ വിശ്രമിക്കുകയാണ്. കാരണം ഈ അസംബ്ലി പാർലമെൻറ്റിൻ്റെ വ്യത്യാസം 2 വർഷം ഈ ഒരു കെട്ട് അവിടെ ഇരിക്കണമെങ്കിൽ ആ ഒരു സാധാരണ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു മനസ്സിലാക്കുക. അവർ ചായയും കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള അത് ഞങ്ങൾ കോൺഗ്രസ്സിനത് ചായയും കടിയുമാണ്. അപ്പോൾ അത് ഒരെണ്ണം കുറച്ചും അവർ പ്രവർത്തനങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിച്ചു. മറ്റുള്ളവർ ജയരാജൻ്റെ പാർട്ടിക്കാർ, പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കഴിച്ചപ്പം ഞങ്ങളെ ആളുകൾ കാലിച്ചായ മാത്രം കുടിച്ചാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ ഉണ്ടായിരുന്നു. CPM ആണ് RSPയെ UDF ആക്കി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ CPM RSPയെ UDF ആക്കി. അതിൽ UDF ഒരു മുൻകൈ എടുക്കേണ്ടി വന്നില്ല. അവർ തന്നെ അതിൻ്റെ എല്ലാ കൈയും, മുന്നിലെ കൈയും പിന്നിലെ കൈയും എടുത്തത് ഈ കാര്യത്തിൽ CPM തന്നെയാണ്. കൊല്ലം കണ്ട ഏറ്റവും വലിയ അച്ചടക്കത്തോടെയുള്ള പ്രചാരണമാണത്രേ പ്രേമചന്ദ്രന് വേണ്ടി കോൺഗ്രസുകാർ നടത്തിയത്. അച്ചടക്കം ഗംഭീരമാണെന്ന് തമ്പാനെ 10 തെറി വിളിച്ചുകൊണ്ട് ILTUCക്ക് വേണ്ടി R ചന്ദ്രശേഖരനും പറയുന്നു. അച്ചടക്കം വെളിവാക്കുന്ന 2 നേതാക്കളുടെ തർക്കം ഇതാ ഇങ്ങനെയാണ്. മൊത്തത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ പ്രവർത്തകരുടെ അർപ്പണത്തോട് സേവനം, ഇത് ഒരു തൊട്ടിച്ചാടി വർത്തമാനം പോലെ, നേതാക്കന്മാരുടെ കൂട്ടായ്മ, ഒരു തൊട്ടിച്ചാടി വർത്തമാനം പോലെ. എല്ലാ നേതാക്കന്മാരും ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് പുനലൂരിൽ ഞങ്ങൾ ഇതുപോലെ ഇന്നുവരെ ഐക്യപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. വ്യക്തിയുടെ ശൈലി അനുസരിച്ച് ഒരു പ്രസ്ഥാനത്തിൽ വർത്തമാനം പറയാനേ നമുക്ക് അവകാശമില്ല. എല്ലാ നേതാക്കന്മാരും പറയുകയാണ് ഞങ്ങൾ ഇതുപോലെ ഐക്യത്തോട് ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ല. അത് പൊതുവായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രീതിയിലേ വർത്തമാനം പറയാൻ പാടുള്ളൂ. ചടയമംഗലത്ത് നിന്ന് പ്രയാർ ചെയ്യും എന്ന് പറഞ്ഞതാണ്. ചടയമംഗലത്തും ഇതേപോലെ ഒരുമിച്ച് നിന്ന് എല്ലാ നേതാക്കന്മാരും പ്രവർത്തിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് സുധീരൻ തന്നെ താക്കീത് ചെയ്ത് കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ അദ്ദേഹത്തെ ഇരുത്തി ഒരക്ഷരം പറയണ്ടെന്ന് പറയും. ചാത്തന്നൂരിൽ നിന്ന് വന്നവരും പറയുന്നത് തന്നെയാണ്. എവിടെങ്കിലും ഇന്ന നേതാവ് മാറി നിന്നു, ഇന്ന നേതാവ് പാര വെച്ചു, ഇന്ന നേതാവ് കമ്പി കയറ്റി, അല്ലെങ്കിൽ ഇന്ന നേതാവ് ആണിയടിച്ചു. അപ്പം ഇത് ഒരു തൊട്ടിച്ചാടി വർത്തമാനം പോലെ വർത്തമാനം പറയുന്ന ഒരു മേഖലയായി ഇങ്ങനെ ഒരു ആരോപണവും ഇത്തവണ എങ്ങൊന്നും കേട്ടിട്ടില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനമാനങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ നേതാക്കന്മാരും പറയുകയാണ് ഞങ്ങൾ ഇതുപോലെ ഐക്യത്തോട് ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഇതിലും വലിയൊരു അച്ചടക്കം മറ്റൊരു DCCയിലും കാണില്ല. ഉമ്മൻചാണ്ടിക്കും അക്കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നുവെന്നും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ CMA? ഇല്ല, വെറുതെ മീഡിയയിൽ കൊടുക്കുന്ന മനസ്സിലാക്കണം. ഒരിടത്ത് ഓട്ടി ഓർന്നിട്ടില്ല. ഇന്നത്തെ മീറ്റിംഗ് അതിൻ്റെ പേര് അറിഞ്ഞില്ലല്ലേ? ഇന്നത്തെ മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും എത്ര മണിക്കൂറുകളാണ് ചർച്ച ചെയ്തത്? മുഴുവൻ DCC പ്രസിഡന്റുമാരും അതോടൊപ്പം സ്ഥാനാർത്ഥികളും പങ്കെടുത്ത നേതാക്കളും എല്ലാം സംസാരിച്ച് ഇതായിട്ട് വന്നു. ഒരു പ്രശ്നവും കോൺഗ്രസ്സിലുമില്ല, UDFിലുമില്ല. എല്ലാ സ്ഥലത്തും വളരെ ഒരുമയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ പുറത്ത് അറിയുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നും വാർത്തയില്ലാത്തത് കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊന്നും ധരിക്കേണ്ട. അത് റിസൾട്ട് വരുമ്പോൾ അറിയുകയും ചെയ്യാം. അല്ല, അതിനിപ്പം നമ്മൾ പറയണ്ടല്ലോ. പ്രതീക്ഷയൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. ഇപ്പോൾ അതിന് നിങ്ങൾക്ക് ഓരോ വാർത്ത കൊടുക്കുന്നതനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാലോ? ഞാൻ ആ യോഗത്തിൽ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് 20 നിയോജകമണ്ഡലത്തിലെയും പ്രവർത്തകർ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. അതിനൊരു മീഡിയ കൊടുത്തു എന്നും പറഞ്ഞ് എനിക്കകത്ത് ചിറ്റ് കിട്ടിയ ഞാൻ കണ്ടൊന്നുമില്ല.
ആദ്യം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ ആത്മവിശ്വാസം ഇല്ലായിരുന്നു. നാണമില്ലെന്ന് ഞാൻ ചോദിക്കുക ഇതുപോലെ വാർത്ത കൊടുക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിന് ഉടനെ ബ്രേക്കിംഗ് ന്യൂസ്, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ്. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ അത് പിന്നെ കാണുമ്പം അത് കേട്ടവരൊക്കെ എന്തായിരിക്കും ധരിക്കുമെന്ന് വിചാരിച്ചാൽ മതി. അല്ല, അത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായി ആത്മവിശ്വാസമുണ്ട്. അത് തികഞ്ഞ ഐക്യത്തോടെയാണ് കോൺഗ്രസും UDFും പ്രവർത്തിച്ചിട്ടുള്ളത്. മറിച്ച് ഈ മീഡിയയിലൊക്കെ വന്നിട്ടുള്ളതിനകത്തൊന്നും ഒരടിസ്ഥാനവുമില്ല. ആരാ? അതവരെ നോക്കിയപ്പോൾ അവരുടേതായ ഒരു വീക്ഷണത്തിൽ വന്നിട്ടുള്ള ഇതാണ്. നമുക്കറിയാം, ഇതില്ലേ, ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഫലം വരും വരെ പൊതുജനം ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. ചെയ്ത വോട്ട് തിരുത്താൻ കഴിയില്ലല്ലോ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കെജ്രിവാളിന്റെ നൃത്തം. Don't underestimate the power of a common Dharna man. This is a tribute to Uncle Anna. Mr. Chance, all the Dharna fans. फेंकू जहां से भी कॉन्टेस्ट करेगा, केजरो भी वहीं से लड़ेगा, बिना सबूत सबकी पोल खोलेगा.